എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്ന വിശ്വസിച്ച് ഞാൻ ഇന്നത്തെ വീഡിയോ തുടങ്ങുവാണേ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജർമ്മനിയിലെ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സുകളെ പറ്റിയാണ്. ഈ നാട്ടിലിരുന്ന് ഞാൻ അന്വേഷിച്ച് കുറച്ച് കണ്ടെത്തിയ കാര്യങ്ങളാണ്. അപ്പം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. കാരണം ഈ വീഡിയോ മറ്റുള്ളവർ കാണുമ്പം അവർക്കും ഇത് തെറ്റായിട്ട് പോകരുത്. അപ്പം നിങ്ങളൊന്ന് ശരിയായി ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളത് ശരിയായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് ഈ ഒരു കോഴ്സ് അപ്ലൈ ചെയ്യാം. അതിപ്പം കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് ഇങ്ങനെ ഇന്നത് പഠിക്കണം എന്നൊരു നിർബന്ധമില്ല. ഇന്ന സബ്ജക്റ്റ് എടുത്ത് പഠിച്ചവർക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന്. ഏത് സിലബസ് എടുത്ത് പഠിച്ചവർക്കും ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റൊന്ന് പറയുന്നത്, നാട്ടിൽ നമ്മൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിഗ്രിയോ ഇല്ല ഡിപ്ലോമയൊക്കെ എടുത്ത് ചെയ്തവരുണ്ടല്ലോ, അവർക്കും ഇത് അപ്ലൈ ചെയ്യാം. ഇനി ഇത് പഠിക്കാത്തവർക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഡിഗ്രി ഡിപ്ലോമയൊക്കെ ചെയ്ത് നമുക്കൊരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് ഹോട്ടൽ മാനേജ്മെൻറ്റ് മേഖലയിലെങ്കിൽ നമുക്ക് അവിടെ കൂടുതൽ കൺസിഡറേഷൻ കിട്ടുന്നു. പിന്നെ നമുക്ക് സാലറിയിലൊക്കെ കുറച്ച് വ്യത്യാസമൊക്കെ വരും. അപ്പം എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് ഇച്ചിരി മുൻഗണന കൊടുക്കുമെന്നാണ് ഞാൻ പറഞ്ഞു ഉദ്ദേശിച്ചത്. ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് 3 വർഷത്തെയാണ്. എത്ര രൂപയാണ് നമുക്ക് സ്റ്റൈഫൻഡ് ഇങ്ങോട്ട് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 700 to 1000 യൂറോ വരെയാണ്. ഇത് ഫസ്റ്റ് ഇയറിൽ 700 ആണെങ്കിൽ പിന്നെ അത് കൂടി 1000 യൂറോ വരെ എത്തും 3ാമത്തെ വർഷമാവും. ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് ലെവൽ ജർമ്മൻ ലാംഗ്വേജാണ് വേണ്ടതെന്നാണ്. ജർമ്മൻ ലാംഗ്വേജ് ലെവൽ നമുക്ക് B2 വേണം. പിന്നെ ഇപ്പോൾ ഒത്തിരി പേര് B1 ലെവൽ വെച്ച് കയറി പോകുന്നവരുണ്ട്. നമ്മുടെ എംപ്ലോയി പറയുന്നതിനനുസരിച്ചിരിക്കും. അവർ ചിലപ്പോൾ നമ്മൾ പറയാം B1 മതി എന്ന് പറയുവാണെങ്കിൽ നമുക്ക് B1 മതി. പിന്നെ B2 ആണ് നമുക്ക് മെയിനായിട്ടും വേണ്ടത്. മറ്റൊന്നാണ് ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കണം എന്നുള്ളത്. ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് പഠിക്കാൻ പോകുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കേണ്ട ഒരാവശ്യമില്ല. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യത്തെ ഒരു 2-3 മാസമൊക്കെ നമ്മൾ ട്രെയിനിങ് ആയിരിക്കും ചെയ്യുന്നത്. തിയറി ഇതൊക്കെ ചെയ്യുമ്പം നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഒരു 2-3 മാസത്തേക്കുള്ള എമൗണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്നത് നല്ലതായിരിക്കും. നമ്മളിപ്പം ഇപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് എന്നല്ല, നമ്മൾ ഏതൊരു കോഴ്സ് ചെയ്യാൻ പോകുമ്പോഴും നമ്മുടെ ആദ്യത്തെ ഒരു മാസത്തേക്കുള്ള ക്യാഷ് ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് എക്സ്ട്രാ ആയിട്ടൊരു ബ്ലോക്ക്ഡ് അക്കൗണ്ടോ അങ്ങനെ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ മറ്റൊരു കാര്യമാണ് അവിടുത്തെ ട്യൂഷൻ ഫീ എത്രയാണ്. നമ്മൾ ഹൗസ് ബിൽഡിംഗ് പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ സ്റ്റൈഫൻഡ് ഇങ്ങോട്ട് കിട്ടിയാണല്ലോ പഠിക്കാൻ പോകുന്നത്. പക്ഷേ 5 തരത്തിലുള്ള ഹൗസ് ബിൽഡിങ്ങും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊരു 3 എണ്ണം നമുക്ക് സ്റ്റൈഫൻഡ് ഇങ്ങോട്ട് കിട്ടും, ബാക്കി 2 എണ്ണം നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടില്ലാത്തതുകൊണ്ട്. അപ്പം എന്താണെങ്കിലും നമ്മളൊരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് സ്റ്റൈഫൻഡ് ഇങ്ങോട്ട് കിട്ടുന്നതായിരിക്കും. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഹോട്ടൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി റിലേറ്റബിളായിട്ട് 5 തരത്തിലുള്ള ഹൗസ് ബിൽഡിംഗ് ഉണ്ടത്. അപ്പം അതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് ആ 5 തരത്തിലുള്ള ഹൗസ് ബിൽഡിംഗ് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് ഹോട്ടൽ മാനേജർ. പിന്നെ മറ്റൊന്നാണ് ഡുവൽ സ്റ്റഡി മാനേജർ. പിന്നെ മറ്റൊന്നാണ് ഹോട്ടൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി അസിസ്റ്റൻറ്റ്, ഹോട്ടൽ സ്പെഷ്യലിസ്റ്റ്, ഹോട്ടൽ മാനേജർ ക്ലർക്ക്, ടൂറിസം ആൻഡ് ഹോട്ടൽ മാനേജ്മെൻറ്റ് അസിസ്റ്റൻറ്റ്. അപ്പം ഇതിൽ സ്റ്റൈഫൻഡ് ഇങ്ങോട്ട് കിട്ടുന്ന ഹൗസ് ബിൽഡിംഗ് കോഴ്സ് ഏതൊക്കെയാണെന്ന് പറയുമ്പം ഹോട്ടൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി അസിസ്റ്റൻറ്റ്, ഹോട്ടൽ സ്പെഷ്യലിസ്റ്റ്, ഹോട്ടൽ മാനേജ് ക്ലർക്ക്. ഈ 3 കോഴ്സുകൾക്കാണ് സ്റ്റൈഫൻഡ് ഇങ്ങോട്ട് കിട്ടുന്നത്. ഇനി സ്റ്റൈഫൻഡ് കിട്ടില്ലാത്തത് ഹോട്ടൽ മാനേജർ, ഡുവൽ സ്റ്റഡി മാനേജർ, ടൂറിസം ആൻഡ് ഹോട്ടൽ മാനേജർ അസിസ്റ്റൻറ്റ്. ജർമ്മനിയിലൊക്കെ ഇത്രയും വേക്കൻസി ഉണ്ടോ നമ്മൾ ആലോചിക്കില്ലേ. കാരണം സ്കിൽഡ് വർക്കേഴ്സിനെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ. കാരണം അത്രയ്ക്കും വേക്കൻസിയാണ് സ്കിൽഡ് വർക്കേഴ്സിന് ജർമ്മനിയിൽ. അപ്പം അതുകൊണ്ടാണ് പലതരത്തിലുള്ള ഹൗസ് ബിൽഡിംഗ് ആയിട്ട് പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരെയൊക്കെ അവർ സ്കിൽഡ് വർക്കേഴ്സായിട്ട് അവർ നിയമിക്കുന്നത്. കാരണം സ്റ്റൈഫൻഡ് ഇങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്ക് ഒത്തിരി ആൾക്കാർ അവിടെ പഠിക്കാൻ വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.